റിപ്പോർട്ടർ ഇംപാക്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ വ്യാജരേഖ ചമച്ച കരാർ നിയമനം നീട്ടി നൽകിയ ജീവനക്കാരിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കരാർ റദ്ദാക്കിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചതിനു പിന്നാലെയാണ് നടപടി. എന്നാൽ വ്യാജരേഖ ചമച്ചതിൽ ജീവനക്കാരിക്കെതിരെ പോലീസിൽ പരാതി നൽകുകയോ രേഖയിൽ ഒപ്പിട്ട സിഇഒ എം അശോക് കുമാറിനെതിരെ നടപടിയെടുക്കുകയോ ചെയ്തിട്ടില്ല. റിപ്പോർട്ടറാണ് വാർത്ത പുറത്തുകൊണ്ടുവന്നത്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ് ഫണ്ട് ബോർഡിൽ വ്യാജരേഖ ചമച്ച് സർക്കാർ ഉത്തരവുകൾ ലംഘിച്ച് രമ്യ എന്ന ജീവനക്കാരിക്ക് 2 വർഷത്തേക്ക് കരാർ നീട്ടി നൽകിയിരുന്നു. വാർത്താ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ നിയമനം റദ്ദ് ചെയ്തതായും ജീവനക്കാരിയിൽ നിന്ന് വിശദീകരണം തേടിയതായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ടറിനോട് പറഞ്ഞിരുന്നു. ഒടുവിൽ ഇന്നലെയാണ് ജീവനക്കാരി രമ്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. 1 വർഷം എന്ന കരാർ നടപടികളിൽ തീരുമാനമാവുകയും പിന്നീട് 2 വർഷം എന്ന് സർക്കാർ മുദ്രപത്രത്തിൽ വ്യാജമായി എഴുതി ചേർക്കുകയും ചെയ്തതിൽ റോഡ് ഫണ്ട് ബോർഡ് സിഇഒ എം അശോക് കുമാർ ഒപ്പുവയ്ക്കുകയായിരുന്നു. റോഡ് ഫണ്ട് ബോർഡിലെ ബാക്കിയുള്ള 30-ലധികം വരുന്ന കരാർ ജീവനക്കാരുടെ കരാർ നീട്ടി നൽകാതിരിക്കുമ്പോഴാണ് ഒരു ജീവനക്കാരിക്ക് മാത്രമായി വ്യാജരേഖ ചമച്ചത്. 2 വർഷം കരാർ നിയമനം നേടിയ ആൾക്ക് കരാർ നീട്ടി നൽകുമ്പോൾ സർക്കാർ അനുമതി വേണമെന്ന ഉത്തരവുകളും ലംഘിക്കപ്പെട്ടു. വാർത്താ റിപ്പോർട്ടർ പുറത്തുവിട്ടതിന് പിന്നാലെ ജീവനക്കാരിക്കെതിരെ നടപടിയെടുത്തെങ്കിലും വ്യാജരേഖ ചമച്ചതിൽ ഇതുവരെയും പോലീസിൽ പരാതി കൊടുക്കാൻ തയ്യാറായില്ല. ജീവനക്കാരിയുടെ കരാർ നീട്ടിയതിൽ പ്രധാന പങ്കുവഹിച്ച റോഡ് ഫണ്ട് ബോർഡ് സിഇഒക്കെതിരെയും അന്വേഷണമോ നടപടിയോ ഇല്ല. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് അനധികൃതമായി വ്യാജരേഖ ചമച്ചുള്ള കരാർ നീട്ടൽ. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റോഡ് ഫണ്ട് ബോർഡിൽ വ്യാജരേഖ ചമച്ച് കരാർ നിയമനം നീട്ടിക്കിട്ടിയ ജീവനക്കാരിയെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഗൗരവം ഇല്ലാതാകുമോ? പോലീസിൽ എന്തുകൊണ്ടാണ് പരാതി കൊടുക്കാത്തത്? ഈ വ്യാജരേഖയിൽ ഒപ്പിട്ട സിഇഒക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? റിപ്പോർട്ടർ ടി വി പ്രസാദ്, ഇൻ റിപ്പോർട്ടർ.